Okay, welcome to once. നമുക്ക് ഈ വീഡിയോയിൽ വരാൻ പോകുന്ന നമ്മുടെ 2023 വരാൻ പോകുന്ന ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതാണ് നമ്മുടെ സിലബസിലെ ECT ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. ECT 303 ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. അതിനകത്ത് മൊഡ്യൂൾ 1 എന്ന് പറയുമ്പം സിലബസ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി സിലബസ് ഫെമിലറൈസ് ചെയ്തായിരുന്നു. ബേസിക് എലമെന്റ്സ് ഓഫ് DSP സിസ്റ്റം, DSP ആപ്ലിക്കേഷൻസ്, ഫൈനൈറ്റ് ലെങ്ത് ഡിസ്ക്രീറ്റ് ട്രാൻസ്ഫോം, ഒറിജിനൽ ട്രാൻസ്ഫോംസ്, DFT, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് DFT, IDFT. സോ ഇതിനകത്ത് ചോദിക്കാവുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു കണ്ടാക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. സോ ഒരു സീക്വൻസ് തന്നുകൊണ്ട് കാൽക്കുലേറ്റ് ദ DFT ഓർ കാൽക്കുലേറ്റ് IDFT. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതായത് 8 to 10 മാർക്ക് വരെ ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. DFT ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ബട്ട് കമ്പ്യൂട്ട് ദ DFT ഓഫ് എ 4-point സീക്വൻസ് ഓർ 8-point സീക്വൻസ് ഡയറക്ട്ലി തരും. അല്ലെങ്കിൽ നമ്മൾ ഒരു x of n = എന്തെങ്കിലും ഫോർമാറ്റ് തരും. x of n = ഒന്നുകിൽ 1/2n then n value given, or x of n = sin n pi/2. സോ ഇങ്ങനെ ഏതെങ്കിലും സീക്വൻസ് തന്നുകൊണ്ട് അതിൻ്റെ നമുക്ക് DFT കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് DFT ടു അതർ ട്രാൻസ്ഫോം. അതിനകത്ത് നമ്മുടെ DFT കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന IDFT ആണ്, ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. ഇതേപോലെ തന്നെ IDFT തന്നുകൊണ്ട് ഒന്നുകിൽ 4 പോയിന്റ് അല്ലെങ്കിൽ 8 പോയിന്റ് IDFT തന്നുകൊണ്ട് സീക്വൻസ് തന്നുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് IDFT. സോ DFT ആൻഡ് IDFT ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. The next one, what are the properties of DFT? So last year പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ സ്റ്റേറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് DFT ഓർ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് DFT. അത് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് DFT. പ്രോപ്പർട്ടീസ് ഓഫ് DFT. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടീസിനകത്ത് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് സർക്കുലർ കൺവല്യൂഷൻ. സോ ഈ പ്രോപ്പർട്ടി എപ്പോഴും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ DFT യൂസിങ് സർക്കുലർ കൺവല്യൂഷൻ. സോ സർക്കുലർ കൺവല്യൂഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് DFT കാൽക്കുലേറ്റ് ചെയ്യുക. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയറക്റ്റ് DFT കാൽക്കുലേറ്റ് ചെയ്യുന്ന പകരം സർക്കുലർ കമ്പ്യൂട്ടേഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് DFT കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലീനിയർ ഫിൽട്ടറിംഗ് മെത്തേഡ്സ് ആണ്. അതായത് ലീനിയർ കൺവല്യൂഷൻ, സർക്കുലർ കൺവല്യൂഷൻ സെപ്പറേറ്റ്ലി. നമ്മൾ സർക്കുലർ കൺവല്യൂഷൻ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ടുള്ള കൺവല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ലീനിയർ കൺവല്യൂഷൻ, സർക്കുലർ കൺവല്യൂഷൻ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് ഓർ മെട്രിക്സ് മെത്തേഡ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സർക്കുലർ കൺവല്യൂഷൻ ബൈ യൂസിങ് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് അല്ലെങ്കിൽ മെട്രിക്സ് മെത്തേഡ്. സോ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് പഠിക്കണം, മെട്രിക്സ് മെത്തേഡ് പഠിക്കണം. നെക്സ്റ്റ് വൺ വരുന്നത് ഫിൽട്ടറിംഗ് ഓഫ് ലോങ് ഡ്യൂറേഷൻ സീക്വൻസ് ആണ്. ഓവർലാപ്പ്, സേവ്, ഓവർലാപ്പ്, ആഡ്. സോ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 14 മാർക്കിൻ്റെ ഒന്നുകിൽ 4 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ, 10 മാർക്ക്, 7 മാർക്ക്, 8 മാർക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം അതിനകത്ത് DFT വരുവാണെങ്കിൽ 8 to 10 മാർക്സ് അതിൻ്റെ കൂടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോർമലി കണ്ടുവരുന്നത് ഓവർലാപ്പ് സേവ് മെത്തേഡ് അല്ലെങ്കിൽ ഓവർലാപ്പ് ആഡ് മെത്തേഡ്. സോ ഇതിനുള്ള ടോട്ടലി ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് DFT, കാൽക്കുലേറ്റ് IDFT, then DFT, what are the properties of DFT, then in that properties itself circular convolution property using DFT, then linear convolution, circular convolution using 2 methods, concentric circle method and matrix method, and last one is overlap save or overlap add method. Find the convolution using overlap save and overlap add method. So next module is module 2. So module 2-നകത്ത് the efficient computation. So ഷുവർ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദ എഫിഷ്യന്റ് കമ്പ്യൂട്ടേഷൻസ് ഓഫ് DFT ഓർ കമ്പയർ ദ കമ്പ്യൂട്ടേഷൻസ് ഇൻ DFT ആൻഡ് FFT. വൺ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇൻ 3 മാർക്സ്. നെക്സ്റ്റ് വൺ FFT, ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം. റാഡിക്സ് 2ലുള്ള ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം. ഇതെന്ന് പറഞ്ഞാൽ റാഡിക്സ് 2-നകത്ത് ഡെസിമേഷൻ ഇൻ ടൈമും ഉണ്ട്, ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി ഉണ്ട്. സോ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ ഡെസിമേഷൻ ഇൻ ടൈം അൽഗോരിതം യൂസിങ് റാഡിക്സ് 2 ഓർ ഡെസിമേഷൻ ഫ്രീക്വൻസി അൽഗോരിതം യൂസിങ് റാഡിക്സ് 2. അല്ലെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്ത് 4 പോയിന്റ് കമ്പൈൻഡ് ഇൻറ്റു 8 പോയിന്റ് ആയിട്ട് കമ്പൈൻ ചെയ്യാനായിട്ട്, അതൊക്കെയുള്ള ഇതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
സോ ഡെസിമേഷൻ ടൈമും ഡെസിമേഷൻ ഫ്രീക്വൻസിയും. So computation, efficient computation using DFT. Compare the computation using in DFT and FFT. 3 mark question ആണ്. ഒന്നുകിൽ ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ്റെ ഇക്വേഷൻസ് മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വിത്ത് ആൻ എക്സാമ്പിൾ ഒരു n = ഒരു നമ്പർ തന്നുകൊണ്ട് n = 8 or n = 64. കമ്പയർ ദ കമ്പ്യൂട്ടേഷൻ യൂസിങ് ഇൻ DFT ആൻഡ് FFT. ഇതാണ് ഇവിടുന്ന് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യന്. എന്തായാലും ഇതിനകത്ത് ഡെസിമേഷൻ ടൈം അല്ലെങ്കിൽ ഡെസിമേഷൻ ഫ്രീക്വൻസിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അതിൻ്റെ കൂടെ 3 മാർക്സിൽ വരുന്നതാണ് എഫിഷ്യൻറ്റ് കമ്പ്യൂട്ടേഷൻസ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് cos n/2 ഫൈൻഡ് ദ FFT. ദെൻ നെക്സ്റ്റ് മൊഡ്യൂളിൽ നിന്നും മൊഡ്യൂൾ 3. സോ മൊഡ്യൂൾ 3 ഇസ് ലെങ്തി മൊഡ്യൂളാണ്. ഡിസൈൻ ആണുള്ളത് മെയിനായിട്ട്. സോ മൊഡ്യൂൾ 3-നകത്ത് ഡിസൈൻ ഓഫ് FIR ഫിൽറ്റേഴ്സ്. മെയിൻ ടോപ്പിക് ഈസ് ഡിസൈൻ ഓഫ് FIR ഫിൽറ്റർ. അത് സിമെട്രിക്കും ഉണ്ട്, ആൻറ്റി സിമെട്രിക് FIR ഫിൽറ്റർ ഉണ്ട്. ദെൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്നുള്ള ഡിസൈൻ ഓഫ് ലീനിയർ ഫേസ് FIR ഫിൽറ്റർ യൂസിങ് വിൻഡോയിങ് മെത്തേഡ്സ്. സോ ഏതെങ്കിലും ഒരു വിൻഡോയിങ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് FIR ഫിൽറ്റർ ഡിസൈൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഫിൽറ്ററിങ് വിൻഡോയിങ് റെക്ടാങ്കിൾ ഉണ്ട്, ഹാമിംഗ് ഉണ്ട്, ഹാനിങ് ഉണ്ട്. സോ ഇത് 3 വെച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ഡിസൈൻ ഓഫ് ലീനിയർ ഫേസ് യൂസിങ് വിൻഡോയിങ് മെത്തേഡ് യൂസിങ് either rectangular window or design on FIR filter using hamming window or design on FIR filter using Hanning window. ലാസ്റ്റ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ് ഓഫ് ആൻ FIR ഫിൽറ്റർ. അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ് ഓഫ് ആൻ FIR ഫിൽറ്റർ. ദെൻ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ ബിറ്റ്വീൻ ദ മെത്തേഡ് ഓഫ് ലീനിയർ ഫേസ് FIR ഫിൽറ്റർ, FIR ആൻഡ് IAR. കമ്പയർ ദ FIR ആൻഡ് IAR ഫിൽറ്റർ. സ്ഥിരം കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കമ്പയർ ദ FIR ആൻഡ് IAR ഫിൽറ്റർ. ദെൻ നെക്സ്റ്റ് ഇതിന്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ഓർ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യനകത്ത് ഡിസൈൻ ഓഫ് FIR ഫിൽറ്റർ യൂസിങ് വിൻഡോയിങ് മെത്തേഡ് ആണെങ്കിൽ അതിന്റെ ഓർ ക്വസ്റ്റ്യനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസൈൻ ഓഫ് ആൻ IAR ഫിൽറ്റർ യൂസിങ് ബട്ടർവർത്ത് ഫിൽറ്റർ മെത്തേഡ്. ലാസ്റ്റ് ഇയർ ചോദിച്ചിട്ടുണ്ട്. ഇമ്പൾസ് ഇൻവേരിയൻ മെത്തേഡ്, ഡിസൈൻ ഓഫ് ആൻ IAR ഫിൽറ്റർ യൂസിങ് ഇമ്പൾസ് ഇൻവേരിയൻ മെത്തേഡ്, അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഡിസൈൻ ഓൺ IAR ഫിൽറ്റർ ബൈ യൂസിങ് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇതൊരു ലെങ്തി മൊഡ്യൂളാണ്. നമുക്കിത് 2 സെക്ഷനായിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു സെക്ഷൻ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ, അതായത് FIR ഫിൽറ്റർ യൂസിങ് വിൻഡോയിങ് മെത്തേഡ് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ. അതിൻ്റെ കൂടെ തന്നെ IAR ഫിൽറ്റർ ഡിസൈൻ യൂസിങ് ബട്ടർവർത്ത് ഡിസൈൻ ആൻഡ് IAR ഫിൽറ്റർ ഡിസൈൻ യൂസിങ് ബട്ടർവർത്ത് ഫിൽറ്റർ, അല്ലെങ്കിൽ IAR ഫിൽറ്റർ ഡിസൈൻ ബൈ ഇമ്പൾസ് ഇൻവേരിയൻ മെത്തേഡ് ഓർ IAR ഫിൽറ്റർ ഡിസൈൻ ബൈ യൂസിങ് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇതാണ് ഇവിടുന്ന് മൊഡ്യൂൾ 3 എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ദെൻ മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4-നകത്ത് റിയലൈസേഷൻ ആണ്, സ്ട്രക്ചർ റിയലൈസേഷൻ ഓഫ് FIR ആൻഡ് IAR. സോ FIR ഫിൽറ്റർ റിയലൈസേഷനകത്ത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഫോം 1, ഡയറക്റ്റ് ഫോം 2, കാസ്കേഡ് ആൻഡ് പാരലൽ റിയലൈസേഷൻ. ഇത് ഒന്നുകിൽ 14 മാർക്സിന് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആയിട്ട് 8 മാർക്ക് 6 മാർക്കായിട്ട് ചോദിക്കാം. ലാസ്റ്റ് ഇയറിൽ 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരുന്നത്. ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ, ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ, അതുപോലെ ഒരു 8 മാർക്ക് ക്വസ്റ്റ്യൻ, ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. അതായത് നമ്മുടെ റിയലൈസേഷൻ യൂസിങ് ഡയറക്റ്റ് ഫോം 1, ഡയറക്റ്റ് ഫോം 2, കാസ്കേഡ് ആൻഡ് പാരലൽ. ഇതൊരു essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. 40 മാർക്സ് അല്ലെങ്കിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ലീനിയർ സ്ട്രക്ചർ യൂസിങ് ഡയറക്റ്റ് ഫോം, കാസ്കേഡ്. Then IAR filters design at direct form, transbonded form, cascade, parallel. ഒന്നുകിൽ IAR filter realization using direct form, cascade and parallel, അല്ലെങ്കിൽ FIR filter design using direct form and cascade form. Then 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൾട്ടി റേറ്റ്. വാട്ട് ഈസ് മൾട്ടി റേറ്റ് സിഗ്നൽ പ്രോസസിംഗ്? സോ കഴിഞ്ഞ വർഷം ഡിസംബർ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ മൾട്ടി റേറ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗ്. What is explain or what is decimation and interpolation? Explain decimation and interpolation. Decimation and interpolation ഒരു കഴിഞ്ഞ പ്രാവശ്യം 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡെസിമേഷൻ ആൻഡ് ഇന്റർപോളേഷൻ. അതുപോലെ തന്നെ ആന്റി ഏലിയാസിംഗ് ആൻഡ് ആന്റി ഇമേജ് ഫിൽറ്റർ ഡിസംബർ 2022 ചോദിച്ച അനദർ ക്വസ്റ്റ്യൻ ആണ് ആന്റി ഏലിയാസിംഗ് ആൻഡ് ആന്റി ഇമേജ് ഫിൽറ്റർ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു, അല്ലെങ്കിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സോ മൾട്ടി റേറ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അത് 3 മാർക്സ് ചോദിച്ചേക്കാം, പാർട്ട് എയിൽ 3 മാർക്സ് ആയിട്ട് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ പാർട്ട് ബിയുടെ ഈ റിയലൈസേഷൻ സ്ട്രക്ചറിന്റെ കൂടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ആന്റി ഏലിയാസിംഗ്, വാട്ട് ആർ ആന്റി ഏലിയാസിംഗ് ആൻഡ് ആന്റി ഇമേജ് ഫിൽറ്റർ.
or what is decimation and interpolation, ഒരു problem. So last module നിന്നും ആർക്കിടെക്ചർ ആണ് ലാസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ളത്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിന്റെ. സോ ലാസ്റ്റ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പൈപ്പ് ലൈനിങ്. പാർട്ട് എയിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാണ് വാട്ട് ഈസ് പൈപ്പ് ലൈനിങ്. അതുപോലെ തന്നെ MAC പാർട്ട് ബിയിലെ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ് വാട്ട് ഈസ് വൈ MAC is the heart of the digital signal processor, justify. Okay, then explain Harvard architecture, another 3 mark question. സോ ഇവിടെ ചോദിച്ചേക്കാവുന്ന ഒരു 10 to 14 മാർക്സ് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. TMS 32067X processor. Explain, draw the block diagram and explain. Draw and explain the block diagram of TMS 32067X processor. An important question. Then another 7 mark question is explain the finite word length defects in DSP system. Then last year indirect ആയിട്ട് ചോദിച്ചു what are the data formats used in DSP or fixed point or floating point DSP arithmetic. So what are the data formats or distinguish between fixed point and floating point? It may ask in 3 mark or part B question at the 4 marks ആയിട്ട് യൂസ് ചെയ്യാം, ചോദിച്ചേക്കാം. The next 3 mark question is ADC condensation noise. What is ADC condensation noise? How it will affect in the DSP processor. The next one is explain the finite wavelength effect in the IAR digital filter. അതുപോലെ തന്നെ so what are coefficient condensation error? December 2022 3 mark question ആണ് coefficient condensation error. So what are the finite wavelength effect in the FFT algorithm? So what are round off errors? So ഇവിടെ 40 marks ചോദിച്ചാൽ ഒരേ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, TMS 32067X processor. അതിനോടൊപ്പം തന്നെ എല്ലാ ടോപ്പിക്സും നോക്കിയിരിക്കേണ്ടതാണ്. ഹാർവർഡ് ആർക്കിടെക്ചർ 3 മാർക്ക് ക്വസ്റ്റ്യൻ, പൈപ്പ് ലൈനിങ് 3 മാർക്ക് ക്വസ്റ്റ്യൻ, MAC another 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതെല്ലാം ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആണ്, എല്ലാം വളരെ വളരെ ചെറിയ പാരഗ്രാഫുകളാണ്, അത് ബൈ ഹാർട്ട് ചെയ്യുക. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫിക്സഡ് പോയിന്റ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് DSP arithmetic. What is ADC condensation noise? Then what are the finite wavelength effects in the IAR digital filter? So what is coefficient condensation error? How it will affect in the ADC digital signal processor? So what are the finite wavelength effects in the FFT algorithms? The what are round off errors? So these are the important questions in the module 5. Okay, thank you.